ഇന്ന് നമുക്ക് പഴംപൊരിയുടെ റെസിപ്പി നോക്കാം. ആദ്യം പഴം പൊരിക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1/2 കപ്പ് കടലപ്പൊടി, 1/4 കപ്പ് അരിപ്പൊടി, പിന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനും 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറുത്ത വെള്ളവും ചെറിയ ജീരകവും ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. മാവ് അധികം കട്ടിയും ആവരുത്, തീരെ ലൂസും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു കളറിന് വേണ്ടി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത പഴം വേണം എടുക്കാൻ. 2 അറ്റം കട്ട് ചെയ്ത് നേരിയതായിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മളെ ബാറ്ററിയുടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പഴം കട്ട് ചെയ്തത് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി സെർവ് ചെയ്യാം. ഈ രീതിയിലൊന്ന് പഴംപൊരി ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ വേറെ ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.